ഹലോ ഗായ്സ്, ഇന്ന് അത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ അത്തത്തിന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അത്തത്തിന് പൂക്കളിടാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ കിച്ചണിൽ കയറി. എനിക്ക് പ്രത്യേക ദിവസങ്ങളിലൊക്കെ കുളിച്ചിട്ട് കിച്ചണിലൊക്കെ കയറുന്നത് ഇഷ്ടമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിലൊന്നും നമുക്ക് നടക്കാറില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും അതുപോലെ തന്നെ ചോറൊക്കെ വേഗം വെച്ചു. ഇപ്പോൾ വീട്ടിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലൊക്കെ നടന്ന് തുമ്പപ്പൂവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞി പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള പൂക്കളൊക്കെ ഇടും. കാരണം വെറൈറ്റി കളേഴ്സ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് ചെണ്ടുമല്ലി അതുപോലെ തന്നെ റോസൊക്കെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഒക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടായിട്ട് അത് ഇടുമ്പോഴൊരു ഫീൽ വേറെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്നെ കിച്ചൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്ന് പിന്നെ ആൾ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെയിലി റൊട്ടീൻ പരിപാടിയിലൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറി വയ്ക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 6 to 7 ഉള്ള ടൈമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറുണ്ണാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ ചോറാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കും കേട്ടോ. കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങാണ്. അപ്പോൾ റൂമിൽ തന്നെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ഒന്നുമില്ല. പക്ഷേ ഷാനവാസ് അതുപോലെ തന്നെ പിന്നെ ഈ 2 പേരെയാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവരെങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. ബിഗ് ബോസിൻ്റെ ഒരു അഡിക്റ്റ് ഫാൻ തന്നെയായിരുന്നു ഞാൻ. ഒരു സമയത്ത് വീട്ടിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓൾ എപ്പിസോഡ്സും ഞാൻ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും തീരെ ഇൻട്രസ്റ്റ് ഇല്ല ബിഗ് ബോസ് കാണാനായിട്ട്. പക്ഷേ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ എടുത്തിട്ട് കാണാറുണ്ട്. അത് കാണാനായിട്ട് താല്പര്യമാണ്. കാരണം ലാലേട്ടനെ കണ്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ ആൾ വന്ന് ചൂടാവുന്നത് കാണാനായിട്ട് ഇപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അത് മാത്രം ഇരുന്ന് കാണും. അല്ലാതെ അവരുടെ എപ്പിസോഡൊന്നും കാണാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിൽ ചെറിയ ചെറിയ ഷോർട്സൊക്കെ വെച്ചിട്ട് അന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടന്നത്, ലാലേട്ടൻ വരുമ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മുടെ റൂമിൽ എപ്പോഴും നടക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തായതുകൊണ്ട് തന്നെ അധികം അത്രയ്ക്കുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വൈകിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം കാണാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രാവിലെ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കണമൊക്കെ വൈകിട്ട് അത്തപ്പൂക്കളം കാണാൻ പോകാമെന്നൊക്കെ. പക്ഷേ വൈകിട്ട് നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങി പക്ഷേ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം ഏകദേശം നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നു. അപ്പോൾ അത് കാരണം അത്തം കറക്കട്ടെ ഓണം വെളുക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ കാണാൻ. ബൈ ബൈ.